ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് മസാല ഓംലേറ്റ്. അതിനു വേണ്ട സാധനങ്ങൾ: സവോള, വെളുത്തുള്ളി, മുട്ട, പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, ഉപ്പ്. നമുക്ക് ആദ്യം സവോള പൊടിക്കണം. ഇതറിയാൻ പേടിയുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മയുടെ അടുക്കൽ കൊടുക്കുന്നു. വെളുത്തുള്ളി പൊടിക്കുവാണ്. ഇത്തിരി പാടുള്ള പരിപാടിയാണ്. നല്ല പാടാണ്, കാണുന്ന പോലെ അല്ല. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് വരാം. നമുക്കൊരു ബൗൾ എടുക്കാം. അതിനായി 2 മുട്ടയും കഴുകണം. ബാക്ടീരിയ ഇതിവിടെ വയ്ക്കും. എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ. ഇത് ക്ലിയർ ആയിട്ടാണ്. ഇനി നമുക്ക് അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവോള കുറച്ച് വാരി ഇതിലേക്ക് ഇടുക. പച്ചമുളക് മൊത്തം വാരി ഇതിലേക്ക് ഇടുക. ഇനി നമുക്ക് സ്പൂൺ വേണം. അതിനായി നമുക്ക് സഹല 1 സ്പൂൺ എടുത്തോണ്ട് വരാം. അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാൻ എടുത്തോണ്ട് വരാം. ഓക്കെ, പാൻ ഇങ്ങോട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഗ്യാസ് കത്തിക്കുന്നത്. എൻ്റെ ഉമ്മയുടെ സഹായത്താണ്. ഇനി നമുക്ക് പാൻ വെക്കുക. കുറച്ച് എണ്ണ അങ്ങനത്തെ. ഇനി എണ്ണ ഒഴിക്കുക. ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് എടുത്തിടുക. വെളുത്തുള്ളി കിടന്ന് പടയ്ക്കുന്ന കണ്ടോ? അത് മൂത്ത് വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. മുട്ട ഇടണം കുറച്ച്. കണ്ടോ, നമ്മുടെ സവാള കിടന്ന് പടയ്ക്കുന്ന കണ്ടോ? ഓക്കെ, നല്ലതായിട്ട് ഇളക്കുക. നല്ലതായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച മസാലകൾ ചേർക്കാം. ഓക്കെ, നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ല മണമാണ് എൻ്റെ ഉമ്മി. എനിക്ക് ഇത് നമുക്ക് തന്നെ വെച്ചേക്കാം. നല്ലപോലെ മസാല പിടിച്ചുകൊണ്ട് വരണം. നല്ല ചൂടാണ്, നല്ല കെയർഫുൾ ആവണം. ഇത്രയും മതി ഉമ്മി. ഇത്രയും മതിയെന്ന് ആ ഉമ്മി പറഞ്ഞ് നമുക്കിനി ഇതൊന്ന് പരത്തി കൊടുത്തിട്ട് മുട്ടയിടാം. നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇളക്കട്ടെ എനിക്കിതറിയത്തില്ല. ഓക്കെ, നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. വീഡിയോ നല്ല ആവി പറക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? നല്ല ആവി പറക്കുന്നുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം.
വാവ്, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഉമ്മി ഹെൽപ്പ്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഉമ്മയുടെ ഹെൽപ്പ് കൊണ്ടാണ് ഞാനിത് മാറ്റുന്നത്. ഞാൻ പാത്രത്തിലേക്ക് എടുത്ത് മറിച്ചിട്ടു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാം. ഓ, നമുക്ക് സീതറി കൊടുക്കാം. ആ, നല്ല മണം വരുന്നുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി ഞാൻ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാം. സെറ്റായി തോന്നുന്നു.